ജോബിത വേറൊരു പ്രോബ്ലം കൈനമാറ്റിക്സില്. A stone is dropped from the top of a tower of height 45 meters. A second stone is thrown down 1 second later. With what minimum speed must it be thrown if it is to cross the first stone before it lands? Take G to be 10 meters per second square. Okay, അപ്പോൾ നമുക്കിവിടെ ഒരു ടവർ ഉണ്ട്. ഓക്കെ, ആദ്യം ഗ്രൗണ്ട് വരയ്ക്കട്ടെ. ഇതാണ് ഗ്രൗണ്ട്. പിന്നെ ഒരു ടവർ ഉണ്ട്. അപ്പൊ ഈ ടവറിന്റെ മുകളിൽ നിന്ന് ഒരു രണ്ട് കല്ല് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു കല്ലിനെ വെറുതെ ഡ്രോപ്പ് ചെയ്യണം, രണ്ടാമത്തെ കല്ലിനെ നമ്മൾ എറിയാണ്. അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ കല്ലിനെ എറിയുമ്പോൾ ആദ്യത്തെ കല്ലിന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം അതിനെ വെറുതെ ഡ്രോപ്പ് ചെയ്യണം. രണ്ടാമത്തെ കല്ലിന് നമ്മൾ എറിയുന്നതുകൊണ്ട് അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് നമ്മൾ ആ രണ്ടാമത്തെ കല്ല് എറിയുമ്പോൾ അതിന് കൊടുക്കുന്ന മിനിമം സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ മോഷൻ എല്ലാം താഴോട്ടാണ് അല്ലെ, ഈ ടവറിന്റെ ടോപ്പ് നിന്ന് താഴോട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് സൗകര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോണ കൺവെൻഷൻ എന്താണെന്നറിയോ? ഡൗൺ ഈസ് പോസിറ്റീവ്. അപ്പൊ ഇത് വളരെ സൗകര്യമായി. കാരണം എന്താ പറയുക, നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ കല്ല് മുകളിലൊക്കെ എറിയുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനും താഴത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനും വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ ഡയറക്ഷനെ നെഗറ്റീവായിട്ടും മുകളിലത്തെ ഡയറക്ഷനെ പോസിറ്റീവായിട്ടും എടുക്കും. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ടൊക്കെ എടുക്കും ആ സിറ്റുവേഷനിൽ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ എല്ലാം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ്, രണ്ട് കല്ലിന്റെയും ഡിസ്പ്ലേസ്മെന്റ്സ് ടവറിന്റെ ടോപ്പിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ അതുകൊണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴേക്കാണല്ലോ. അതെന്തായാലും താഴേക്കാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെയും പോസിറ്റീവായിട്ട് എടുക്കാം, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അതൊരു സൗകര്യമാണ്. അപ്പൊ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പോ നമ്മുടെ പൊസിഷൻ, അതായത് നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യുന്നത് ഈ ടവറിന്റെ ടോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ x=0 ആണ് കേട്ടോ, 0 മീറ്റേഴ്സ്. ഗ്രൗണ്ട് വന്നിട്ട് x=45 മീറ്റേഴ്സ് ആണ്. ഇതാ ടവർ ഓഫ് ഹൈറ്റ് 45 മീറ്റേഴ്സ്. അപ്പൊ നമ്മുടെ ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ടവറിന്റെ മുകളിലാണ് എടുക്കുന്നത്. അപ്പൊ അതിനെ 0 ആയിട്ടും താഴത്തെ ഗ്രൗണ്ടിനെ 45 മീറ്റേഴ്സും. ഞാൻ പറഞ്ഞു നമ്മുടെ ഡൗൺവേർഡ് ഡയറക്ഷന് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. വെറുതെ അനാവശ്യമായിട്ട് നെഗറ്റീവ് സൈനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ താഴത്തെ പോയിന്റിനെ x=+45 മീറ്റേഴ്സ് എടുക്കുന്നത്, -45 അല്ല. കാരണം നമ്മുടെ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവാണ്. എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് എഴുതാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്താണ്? S=ut+12at² എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് S1 എന്ന് വിളിക്കാം. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം നമ്മൾ അതിനെ എറിയില്ല, വെറുതെ ഡ്രോപ്പ് ചെയ്യണേ ഉള്ളൂ. അപ്പൊ u0 ആണ് ആദ്യത്തെ കല്ലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു എ വന്നിട്ട് 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർഡ് ഇൻറ്റു t². അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 5t². ഇതാണ് ആദ്യത്തെ കല്ലിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി രണ്ടാമത്തെ കല്ല് നമ്മൾ താഴത്തേക്ക് എറിയാണ്, പക്ഷെ അത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ രണ്ടാമത്തെ കല്ലിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ S2 is equal to u, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് അതിന്, നമ്മൾ എറിയല്ലേ, ടൈംസ് നമ്മൾ രണ്ടാമത്തെ കല്ലിനെ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എറിയുള്ളൂ. അപ്പോ ഈ ആദ്യത്തെ കല്ലിന്റെ ടൈം ആദ്യത്തെ കല്ല് t സെക്കൻഡ്സിൽ മോഷനിലാണെങ്കിൽ രണ്ടാമത്തെ കല്ല് t-1 സെക്കൻഡ്സിലെ
മോഷനിലായിട്ടിരിക്കുന്നുള്ളൂ അല്ലെ. നമ്മൾ ആ രണ്ടാമത്തെ കല്ല് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ലേ എറിയണത്. അപ്പൊ ഇത് ടി സെക്കൻഡിൽ മോഷനിലാണെന്ന് വെക്കുക. ടി സെക്കൻഡിൽ മോഷൻ, അതായത് താഴെ എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ടൈം ടി സെക്കൻഡ്സിൽ മോഷനിലാണെങ്കിൽ രണ്ടാമത്തെ കല്ല് അതേ സമയം മോഷനിലല്ല, അതിന്റെ 1 സെക്കൻഡ് കുറവിലാണ് ആ രണ്ടാമത്തെ കല്ല് മോഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ u ടൈംസ് t-1 എടുക്കണം. പ്ലസ് ഇതേമാതിരി ഹാഫ് ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5, ഇവിടെയും നമ്മൾ t-1 എടുക്കണം. എന്തിനാണ് നമ്മളിവിടെ t-1 എന്ന് എടുക്കുന്നത്? കാരണം ഇതിപ്പോ ടി വന്നിട്ടൊരു 5 സെക്കൻഡാണെന്ന് വെക്കാം. ഈ ആദ്യത്തെ കല്ല് 5 സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുക, 5 സെക്കൻഡിൽ മോഷനിലാണെങ്കിൽ രണ്ടാമത്തെ കല്ല് 5 സെക്കൻഡിൽ മോഷനിലല്ല, 4 സെക്കൻഡിൽ മോഷനിലുള്ളൂ. കാരണം നമ്മൾ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അതിനെ താഴത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ t-1 വരുന്നത്. ഇനി ഈ ആദ്യത്തെ കല്ലും രണ്ടാമത്തെ കല്ലും ക്രോസ് ചെയ്യണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ്സ് സെയിം ആയിരിക്കണം അല്ലെ, നല്ലേ അവർ ക്രോസ് ചെയ്യുള്ളൂ. അതല്ലേ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം. അപ്പോ ഇഫ് ഫസ്റ്റ് അല്ല, if second stone crosses first stone, ആ ക്രോസിംഗ് സമയത്ത് ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ്സ് സെയിം ആയിരിക്കണം. അതാണ് ക്രോസിംഗ് എന്ന് പറഞ്ഞ അർത്ഥം. രണ്ടാമത്തെ സ്റ്റോൺ ആദ്യത്തെ സ്റ്റോണിനെ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റോണിന്റെ ഡിസ്പ്ലേസ്മെന്റും ആദ്യത്തെ സ്റ്റോണിന്റെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോ അതായത് 5t² is equal to u into t-1 plus 5 into t-1 the whole squared. അതായത് ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 5t² minus 5 times t-1 the whole squared is equal to u into t-1. അപ്പൊ ഇതിനെ നമുക്ക് 5 into t² minus t-1 the whole squared, t² minus t-1 the whole squared എന്ന് പറയുമ്പോൾ a² minus b² എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു a² minus b². ഓക്കെ, ഞാനത് ഒന്നും കൂടെ ഈ സ്റ്റെപ്പും കൂടെ എഴുതാം. t² minus t-1 squared is equal to u into t-1. അപ്പൊ ഇതൊരു a² minus b² ഫോമിലല്ലേ. അപ്പൊ a² minus b² എന്ന് പറയുമ്പോൾ a minus b into a plus b. a minus b എന്ന് പറഞ്ഞാൽ t minus t-1. t minus t-1 എന്ന് പറഞ്ഞാൽ 1. അതായത് t-1 t തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1 സെക്കൻഡ്. അപ്പൊ ഇത് 5 into 1, അതായത് t minus t-1 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് into t plus t-1. t plus t-1 എന്ന് പറഞ്ഞാൽ 2t-1 is equal to u into t-1. അപ്പോൾ നമുക്ക് വേണ്ട ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. അതായത് രണ്ടാമത്തെ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കണം? രണ്ടാമത്തെ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u is equal to, ഇവിടെ ഇവിടെ 5t². ശരിയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 5 into 2t-1 divided by t-1. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട ഇനീഷ്യൽ വെലോസിറ്റി. പക്ഷെ നമുക്ക് ടൈം അറിയില്ല. അതായത് ഈ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ എപ്പോ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. എപ്പോ ക്രോസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എത്ര മിനിമം സ്പീഡിൽ നമ്മൾ രണ്ടാമത്തെ കല്ല് എറിഞ്ഞാലേ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ ക്രോസ് ചെയ്യുള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ കല്ല് ഇവിടെ താഴെ എത്തിയതിനു ശേഷം ക്രോസ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. അതായത് ക്രോസ് ചെയ്യുമ്പോൾ ഇത് താഴത്തെ പോയിന്റിൽ, അതായത് x = 45 meters എത്തുന്ന സമയത്തെങ്കിലും
നമ്മുടെ രണ്ടാമത്തെ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആദ്യത്തെ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് സെയിം ആയിരിക്കണം. അപ്പോ അതാണ് ഏറ്റവും മിനിമം സ്പീഡ്. അതായത് നമ്മൾ ഈ ആദ്യത്തെ കല്ല് താഴെ എത്തുന്ന ജസ്റ്റ് ആ സമയത്ത് ആദ്യത്തെ കല്ല് അവിടെ അതേ സമയത്ത് ആദ്യത്തെ കല്ല് താഴെ എത്തിയാല് അതാണ് മിനിമം സ്പീഡ്. അതിനേക്കാട്ടിലും കൂടുതൽ എറിഞ്ഞാല് ഈ ആദ്യത്തെ കല്ല് താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ കല്ല് അതിനെ ക്രോസ് ചെയ്യും. അപ്പൊ മിനിമം സ്പീഡ് എന്തായിരിക്കണം എന്ന് വെച്ചാല് ആദ്യത്തെ കല്ല് താഴത്തെ എത്തുന്ന അതേ സമയത്ത് രണ്ടാമത്തെ കല്ലും താഴ്ത്തെത്തിയാല് അതാണ് മിനിമം സ്പീഡ് അവർ തമ്മിൽ ക്രോസ് ചെയ്യാൻ. അതിനേക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ എറിഞ്ഞാൽ ഈ ആദ്യത്തെ കല്ല് താഴത്തെ എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ കല്ല് അതിനെ ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടി വേണ്ടത് ഈ മാക്സിമം ടി ഏതാണ് മാക്സിമം ടി? ഈ ആദ്യത്തെ കല്ല് താഴെ എത്തുന്ന സമയമാണ് മാക്സിമം ടി. ഓക്കെ, അപ്പോ അതെന്താണിത്? അപ്പൊ നമ്മള് ആദ്യത്തെ കല്ല് താഴെ എത്താനുള്ള സമയം കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഇത്. അപ്പോൾ അവിടെ S1 = 45 എടുക്കാം. ഓക്കെ, ടൈം for first stone to reach the ground. അതെങ്ങനെയാണ് കിട്ടുക? അതിനെ നമുക്ക് ഇവിടുന്ന് S1 = 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 5t² എഴുതിയിട്ട് അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ t² = 45/5 = 9. അതായത് t is equal to plus or minus square root of 9, that is equal to plus or minus 3 seconds. ഓക്കെ, ആ -3 സെക്കൻഡ്സിനെ പറ്റി ഞാൻ പിന്നെ പറയാം. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് t = 0 എന്നാണല്ലോ. അപ്പം ടൈം ടി നമ്മുടെ സിറ്റുവേഷൻസിൽ നെഗറ്റീവ് ആവുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ആദ്യത്തെ കല്ല് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 സെക്കൻഡ് കഴിഞ്ഞാൽ ആദ്യത്തെ കല്ല് താഴെ എത്തി. അപ്പൊ ഇവിടെ നെഗറ്റീവ് സമയം നമുക്ക് വരുന്നില്ല, നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ 3 സെക്കൻഡിൽ ഈ ആദ്യത്തെ കല്ല് താഴെ എത്തും. അപ്പോ ഇവിടെ രണ്ടാമത്തെ കല്ലിനെ ക്രോസ് ചെയ്യണമെങ്കിൽ അതിന് കിട്ടണ മാക്സിമം ടൈം 3 സെക്കൻഡാണ്. ആ മാക്സിമം ടൈം 3 സെക്കൻഡ് ആവുമ്പോഴാണ്, ആ മാക്സിമം ടൈം 3 സെക്കൻഡ് എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടണ രണ്ടാമത്തെ കല്ലിന്റെ മിനിമം സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ t = 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മിനിമം സ്പീഡ് of second stone. മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഇനീഷ്യൽ സ്പീഡ് കേട്ടോ. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്പീഡാണ്. ഓക്കെ, അപ്പൊ മിനിമം ഇവിടെ ഇനീഷ്യൽ എഴുതാം. ഇനീഷ്യൽ എന്താണത്? u is equal to 5 times 2 into 3. t is equal to 3 അല്ലേ? -1 by 3 minus 1. That is u is equal to 5 into 6 minus 1 divided by 2. That is 6 minus 1, 5. 25/2. That is u is equal to 12.5 meters per second. അപ്പോൾ ഇതാണ് മിനിമം സ്പീഡ്. നമ്മൾ രണ്ടാമത്തെ കല്ല് എറിയുന്നതിന്റെ മിനിമം സ്പീഡ്. കാരണം നമുക്ക് മാക്സിമം ടൈം 3 സെക്കൻഡേ ഉള്ളൂ. 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ 3 സെക്കൻഡിനുള്ളിൽ ഈ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ ക്രോസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അപ്പോഴേക്കും ആദ്യത്തെ കല്ല് താഴെ എത്തിക്കഴിഞ്ഞു. താഴത്തെ കല്ല് എത്തുന്നതിന് മുമ്പ് ക്രോസ് ചെയ്യണം എന്നല്ലേ എഴുതിയിരിക്കുന്നത്.
ബിഫോർ ഇറ്റ് ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ബിഫോർ ഇറ്റ് ലാൻഡ്സ്, അപ്പം 3 സെക്കൻഡിൽ അത് ലാൻഡ് ചെയ്യും. അപ്പോൾ 3 സെക്കൻഡ് മുമ്പ് തന്നെ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ ക്രോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മിനിമം സ്പീഡാണ് 12.5. ഇതിനെക്കാട്ടിലും കൂടുതൽ സ്പീഡാണെങ്കിലോ, ഇതിനെക്കാട്ടിലും കൂടുതൽ സ്പീഡാണെങ്കിൽ 3 സെക്കൻഡിന് മുമ്പ് തന്നെ രണ്ടാമത്തെ കല്ല് ആദ്യത്തെ കല്ലിനെ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഇനി ഈ -3 സെക്കൻഡ്സ് നമുക്കിവിടെ ആവശ്യമില്ല. പക്ഷെ എന്താണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ അറിയോ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടിയത്. ഈ 3 സെക്കൻഡ് t = +or-3. ആ -3ന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ആദ്യത്തെ കല്ലിനെ ഇവിടെ t = 0 ആദ്യത്തെ കല്ല് ഇവിടെ അല്ലേ, എന്നിട്ട് നമ്മൾ അതിനെ ഡ്രോപ്പ് ചെയ്യല്ലേ. പക്ഷേ അത് ഇവിടെ x = 0 വരാൻ വേറൊരു കാരണം ഉണ്ടാവാം. അതായത് ആദ്യത്തെ കല്ലിനെ ഇവിടുന്ന് എറിയണമെന്ന് വെക്കുക. ഇവിടുന്ന് മുകളിലേക്ക് എറിയണമെങ്കിൽ അത് മുകളിലേക്ക് വരാൻ 3 സെക്കൻഡ് എടുക്കും ഇല്ലേ? അത് മുകളിലെത്താൻ 3 സെക്കൻഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് അത് 0 വെലോസിറ്റി ആയി, എന്നിട്ട് അത് തിരിച്ചു വരും. അപ്പോ ഇവിടുന്ന് താഴെ വരാൻ 3 സെക്കൻഡ് ആണെങ്കിൽ അതിന് 3 സെക്കൻഡിൽ മുമ്പ് ഇത് ആരെങ്കിലും ഇവിടുന്ന് എറിഞ്ഞതായിരിക്കും. ആ ടൈമാണ് -3 സെക്കൻഡ്സ്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ഈ കല്ല് ഇവിടെ ഈ ഇക്വേഷന് നമുക്ക് എന്താണ്, ഈ ഇക്വേഷൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഇക്വേഷൻ മനസ്സിലാക്കുന്നത് ടൈം t = 0 നമ്മുടെ കല്ലിന് 0 വെലോസിറ്റി ആയിരുന്നു. ആ 0 വെലോസിറ്റി ഇവിടുന്ന് എറിഞ്ഞ കല്ലിനോ ആവാം. ഇവിടുന്ന് ഒരു കല്ല് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 സെക്കൻഡ് മുമ്പ്, അതായത് നമ്മൾ കല്ല് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് 3 സെക്കൻഡ് മുമ്പ് ഇവിടുന്ന് ഒരു കല്ല് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ വരുമ്പോൾ അതിന് വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ t = -3 സെക്കൻഡ്സ് എന്ന് ഉള്ളൊരു സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് കാണാം. ഇതാ അതിന്റെ ഗ്രാഫ്. 2 കല്ലിന്റെയും ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ബ്ലൂ കളർ ഫസ്റ്റ് സ്റ്റോൺ. ഓക്കെ, അപ്പോ ഇത് സെക്കൻഡ് സ്റ്റോൺ. ഈ ബ്ലൂ കളർ ഫസ്റ്റ് സ്റ്റോൺ. അപ്പൊ രണ്ടാമത്തെ കല്ല് 1 സെക്കൻഡ് വരെ അത് നമ്മുടെ ടവറിന്റെ മുകളിൽ തന്നെയാണ്. നമ്മുടെ x = 0 ടോപ്പ് ഓഫ് ദ ടവർ ആണ്. ഗ്രൗണ്ട് വന്നിട്ട് ഇത് അവിടെയാണ് 45 മീറ്റേഴ്സ്. ഇതാണ് 45 മീറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇത് ഇവിടെ 45 മീറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കേട്ടോ. നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവാണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് കൺഫ്യൂഷൻ വരണ്ട. നമ്മുടെ ടവറിന്റെ ടോപ്പ് 0, ഗ്രൗണ്ട് 45 മീറ്റേഴ്സ്, ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഗ്രാഫും ഈ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നമുക്ക് കിട്ടണത്. അപ്പോൾ ആദ്യത്തെ കല്ല് നമ്മൾ t = 0 തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത കാരണം അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ബ്ലൂ ഗ്രാഫാണ്. ഓക്കെ, രണ്ടാമത്തെ കല്ല് 1 സെക്കൻഡ് വരെ അത് ടവറിന്റെ മുകളിൽ തന്നെയാണ്. അപ്പൊ അതാണ് ഈ റെഡ് ലൈൻ കാണിക്കുന്നത്. 1 സെക്കൻഡ് വരെ നമ്മുടെ രണ്ടാമത്തെ കല്ല് x = 0 തന്നെയാണ്. അത് x = 0 പറഞ്ഞാൽ ടവറിന്റെ ടോപ്പിൽ തന്നെയാണ്. അതിന് ശേഷമാണ് അത് നമ്മൾ എറിയണത്. അപ്പോൾ എറിയുമ്പോൾ അതിന്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് 45 മീറ്റേഴ്സിൽ അവർ രണ്ടുപേരും ക്രോസ് ചെയ്യും. ഇനി ഈ വെലോസിറ്റി നമ്മൾ 12.5 മീറ്റേഴ്സ് പെർ സെക്കൻഡിലെ താഴത്തെ കല്ല് എറിഞ്ഞിരിക്കുന്നത്. അതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ബ്ലൂ ഗ്രാഫിനെ ഇവിടെ എവിടെയെങ്കിലും ക്രോസ് ചെയ്യും. ഇത് ഇവിടെയാണ് ക്രോസ് ചെയ്യുന്നത്, 45 മീറ്റേഴ്സിലാണ് ക്രോസ് ചെയ്യുന്നത്. നമ്മൾ അതിനെക്കാട്ടിലും കൂടുതൽ സ്പീഡ്, ഇനീഷ്യൽ വെലോസിറ്റി 12.5 മീറ്റേഴ്സ് പെർ സെക്കൻഡിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഈ റെഡ് ഗ്രാഫ് ഈ ബ്ലൂ ഗ്രാഫിനെ 45 മീറ്റേഴ്സിന് മുമ്പ് തന്നെ ക്രോസ് ചെയ്യും. അതായത് 30 മീറ്റേഴ്സിൽ. അത് ഇങ്ങനെ ഞാൻ വരയ്ക്കില്ല, വരച്ചാൽ വൃത്തിയാടാൻ പറഞ്ഞാൽ ഞാൻ വരയ്ക്കില്ല. ഇതിങ്ങനെ ഇവിടെ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഗ്രാഫ്. അപ്പോൾ ഈ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞു. അടുത്ത പ്രോബ്ലമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.